ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ശകലം ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് ഗോബി ഇട്ട് ഒരു 1 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കണം. അതിൽ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അത് ഇളകിപ്പോക്കോളും. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം, ഒത്തിരി ലൂസ് ആകരുത്. അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ഗോബി ഇടുക, ഇട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒത്തിരി സ്റ്റിക്കി ആകാതിരിക്കാൻ കുറച്ച് മൈദയോ കോൺഫ്ലോർ സ്പ്രിങ്കിൾ ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞൊരു പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായ ശേഷം ഓരോരോ ഗോപിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയ ഗോബി നമുക്കൊരു പ്ലേറ്റിൽ ടിഷ്യൂ ഇട്ട് അതിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഗോബി ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ. അടുത്തതായി കുറച്ച് ഓണിയനും ക്യാപ്സിക്കവും ചോപ്പ് ചെയ്തത്, ഒരു 2 ഗ്രീൻ ചില്ലി ആൻഡ് കുറച്ച് ഗാർലിക് വേണം. പിന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആൻഡ് 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അത് ടൊമാറ്റോ സോസ് വേണം. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. വേറൊരു ബൗളിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടായ ശേഷം ഗ്രീൻ ചില്ലിയും ഗാർലിക് ഇട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് സോട്ട് ചെയ്യണം. അതിനുശേഷം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച ക്യാപ്സിക്കവും ഒണിയൻ കൂടി ഇട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ശകലം ചില്ലി പൗഡറും ശകലം പെപ്പറും ശകലം സോൾട്ടും ഇട്ട് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ച സോസും കൂടെ ഒഴിച്ച് സോട്ട് ചെയ്യാം. പിന്നെ കോൺഫ്ലോറിൻ്റെ സ്ലറിയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് സോട്ട് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ ആ ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ഗോബി കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യാം.